അല്പവസ്ത്രധാരികളായ സിനിമാ നടികൾ. ബോളിവുഡ് സിനിമാ നായിക നടിമാർ പലരും ഇപ്പോൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് അല്പവസ്ത്രധാരികളായി ആണത്രേ. മാറിടവും നിതംബവും മാത്രം മറയ്ക്കും. കാണുന്നവരെ ഹരം പിടിപ്പിക്കുകയും രസം പിടിപ്പിക്കുകയുമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. അങ്ങനെ തങ്ങളുടെ ആരാധകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. സമീപകാലത്തായി നടി ശ്രേയ മദ്രാസിൽ വെച്ചുള്ള ഒരു ചടങ്ങിൽ അർദ്ധനഗ്നയായാണ് എത്തിയത്. ഇത് വലിയ വാർത്ത സൃഷ്ടിച്ചിരുന്നു. അരക്കെട്ടിന് താഴെയുള്ള എല്ലാ പ്രദേശങ്ങളും നഗ്നനേത്രങ്ങൾക്ക് കാണാനാവും വിധമുള്ള സുതാര്യമായ വസ്ത്രമാണത്രേ ഇവർ ധരിച്ചിരുന്നത്. അവരുടെ വേഷവിധാനം സംബന്ധിച്ച് പോലീസ് കേസെടുക്കുകയും ഉണ്ടായത്രേ. ഇതുപോലെ നടികളും അല്പവസ്ത്രധാരികളായി ചടങ്ങുകളിൽ എത്തുന്നത് അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരുതുന്നത്. ബ്രേസിയറിനു പകരം വെറുമൊരു നാട കൊണ്ട് മാറിടം മാത്രം മറച്ച് ഒരു ചടങ്ങിലെത്തിയ ഒരു നടിയെ ചിലർ വളഞ്ഞ് പിടിച്ചതും പോലീസ് എത്തി നടിയെ രക്ഷപ്പെടുത്തിയതുമായ സംഭവം ഈയിടെ മദ്രാസിൽ അരങ്ങേറുകയുണ്ടായി. ഇങ്ങനെ അല്പവസ്ത്രധാരികളായി എത്തുന്ന നടികളെ തടഞ്ഞു വെക്കുകയും കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചിലർ ചെയ്യാറുണ്ടത്രേ. പലരും മാനഹാനി ഭയന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകാറില്ല എന്നു മാത്രം. ബോംബെയിൽ വെച്ച് നടി കങ്കണ റാവത്തിനെ ഒരു സംഘം ആരാധകർ വളഞ്ഞു വെക്കുകയും കഷ്ടിച്ച് അവർ രക്ഷപ്പെടുകയും ചെയ്ത ഒരു സംഭവം ഈയിടെ നടന്നു. ഇവർ തമിഴിൽ ദാം ധൂം എന്ന സിനിമയിൽ ജയം രവിയുടെ നായികയായി അഭിനയിച്ച് ഏറെ ആരാധകരെ സമ്പാദിച്ച നടിയാണ്. ക്വീൻ എന്ന ഹിന്ദി സിനിമയിലെ നായികയായി അഭിനയിച്ച് മികച്ച അഭിനയത്തിനുള്ള അഭിനേത്രിക്കുള്ള നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ നടിയാണ് ഈ നടി. ഈ നടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് 12 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നതായാണ് അറിവ്. ബോളിവുഡ് താരം ഋത്തിക് റോഷനുമായി ഇവർ വിദേശ രാജ്യങ്ങളിൽ ചുറ്റിയടിച്ചതും ഹോട്ടൽ മുറികളിൽ താമസിച്ചതും വാർത്ത പരന്നിരുന്നു. മുംബൈയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കങ്കണയുടെ പിൻകഴുത്തു മുതൽ നിതംബത്തിന്റെ ഭാഗം വരെ നഗ്നമായിരുന്നു. ഒരു നാട പോലുള്ള കച്ച കൊണ്ടായിരുന്നു ഇവർ മാറിടം മറച്ചിരുന്നത്. ഇവിടെ വെച്ച് 5-8 ചെറുപ്പക്കാർ ഇവരെ വളയുകയും രംഗം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ കങ്കണ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഇക്കൂട്ടർ ഇന്ത്യൻ സംസ്കാരം കാറ്റിൽ പറത്തിയേ അടങ്ങും.